السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا وذرياتنا ولمن ماتوا منا ولإخواننا ولأخواتنا ولجميع المصنفين الصالحين والعلماء العاملين والمفسرين والمحدثين والفقهاء والأئمة كلهم أجمعين. اللهم رب زدنا علما وحلما فهما وعقلا وادما كاملا رب تمم الخير واختم بالسعادة آمين برحمتك يا أرحم الراحمين. റഹ്മാൻ റഹീമായ റബ്ബ് നമ്മുടെ എല്ലാവിധ പാപങ്ങളും ദോഷങ്ങളും വിട്ടുകൊടുത്ത് മാഫാക്കി ഈ പരിശുദ്ധ റമളാൻ ഇവിടെ പറയുന്നതോടുകൂടി ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കട്ടെ. തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുകയും അള്ളാഹുവിന്റെ വിരുദ്ധത്തിലായിട്ടും അള്ളാഹുവിന്റെ താഴത്തിലായിട്ടും ആഫിയത്തോടുകൂടെ ദീർഘായുസ് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, മറ്റ് നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മുടെ ശിഷ്യന്മാർ, അവർക്കെല്ലാം അല്ലാഹു തആല എല്ലാ ദോഷങ്ങളും വിട്ടുകൊടുത്ത് മാഫാക്കി അവർക്കും നമുക്കും അല്ലാഹു ദീനിന്റെ ഹിദ്മത്തിലും ആഫിയത്തിലും സിഹത്തിലും താഴത്തിലുമായ നിലക്ക് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിന്ന് മരണപ്പെട്ടു പോയ ആരുണ്ടോ അവരുടെ ബർസഹിയ ജീവിതം അള്ളാഹു സുഖമായി കൊടുക്കുകയും അവരുടെ ഖബർ അള്ളാഹു വിശാലമായി കൊടുക്കുകയും അവരെ നമ്മെ അള്ളാഹുവിന്റെ ജന്നത്തിൽ ഫിർദൗസിൽ ചുറ്റി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗൾഫിൽ വന്ന പ്രതിസന്ധി എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം അവരുടെ മനുഷ്യത്തിനു വേണ്ടി അധ്വാനിക്കാനും വേണ്ടി നാടും വീടും വിട്ടുപോയ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതായ ഒരു സൗകര്യവും അതിനൊക്കെയുള്ളതായ ഒരു തൗഫീഖും അവർക്ക് പ്രദാനം ചെയ്യുകയും എല്ലാവിധ ഭയങ്ങളും എല്ലാവിധ ബുദ്ധിമുട്ടുകളും എല്ലാവിധ യുദ്ധ സന്നാഹങ്ങളൊക്കെ ഒഴിവായി വളരെ റാഹത്തായിട്ട് മുമ്പുള്ളതുപോലെ തന്നെ ഗൾഫ് ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സമാധാനം നിലനിർത്തട്ടെ. ആർക്കിടയിലാണോ പരസ്പരം ശത്രുതകളെങ്കിൽ അവർക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുത നീക്കി അവർക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരസ്പര ബന്ധവും സ്നേഹവും നൽകുകയും എല്ലാ എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാക്കി ലോകത്ത് അള്ളാഹു സമാധാനം നിലനിർത്തുകയും ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക്, ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ, അവർക്കെല്ലാം അള്ളാഹു സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധത്തിലും അള്ളാഹു തആല അവന്റെ മഹാന്മാരുടെ കാവലും സഹായം അവർക്ക് നൽകുകയും അവർ അള്ളാഹു തആല രക്ഷിക്കുകയും ചെയ്യട്ടെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീം. പ്രിയമുള്ള സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, പണ്ഡിതന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നത് ആർക്കാണ് നോമ്പ് നിർബന്ധമാവുക എന്നും നിർബന്ധമായവരിൽ നോമ്പ് ഖളാ ഉള്ളവർക്ക് എപ്പോൾ ഖളാ വീട്ടണമെന്നും മുദ്ദ് കൊടുക്കേണ്ടത് ആരൊക്കെയാണെന്നും നിർബന്ധമില്ലാത്തവർ ആരാണെന്നും നോമ്പ് മുറിക്കാൻ അനുവദിക്കപ്പെട്ടവർ ആരൊക്കെയാണെന്നൊക്കെ വിശദമായിട്ട് നമ്മൾ പറയുകയുണ്ടായി. ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എപ്പോഴാണ് റമദാൻ നോമ്പ് നിർബന്ധമാവുക എന്നതാണ്. റമദാൻ നോമ്പ് നിർബന്ധമാവാൻ രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം ശഅബാൻ 29 മാസപ്പിറവി കാണുക. രണ്ടാമത്തെ കാരണം ശഅബാൻ 30 പൂർത്തിയാക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. മാസം കണ്ടതുകൊണ്ട് നിങ്ങൾ നോമ്പ് നോക്കണമെന്നും മാസം കണ്ടാൽ നോമ്പിനെ നിങ്ങൾക്ക് മുറിക്കാമെന്നുമാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. അപ്പൊ നോമ്പാണോ പെരുന്നാളാണോ എന്നതിലൊക്കെ നമ്മുടെ മാനദണ്ഡം മാസപ്പിറവി ദർശിക്കലാണ്, മാസം ഉദിക്കലല്ല. മാസം ഉദിച്ചോ ഇല്ലേ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. ശാസ്ത്രപ്രകാരം, നക്ഷത്രശാസ്ത്രപ്രകാരം, ഗോളശാസ്ത്രപ്രകാരം മാസം ഉദിക്കാൻ സാധ്യതയുണ്ടായതുകൊണ്ട് നമുക്ക് നോമ്പ് നിർബന്ധമാവില്ല. ഇനി ശാസ്ത്രപ്രകാരം, ഗണിതപ്രകാരം മാസപ്പിറവി കാണുമെന്ന് ഉറപ്പായത് കൊണ്ടും നമുക്ക് നിർബന്ധമില്ല. കാരണം അല്ലാഹു റസൂൽ പറഞ്ഞ ഫൈൻ ഉമ്മ അലൈക്കുന്നാണ്.
നിങ്ങളുടെ മേൽ മേഘം മൂടിയാൽ ഫക്കുമിൽ സലാസീന, അപ്പൊ നിങ്ങൾ മാസം 30 പൂർത്തിയാക്കണമെന്നാണ്. അപ്പൊ മേഘം മൂടിയാന്ന് പറഞ്ഞാൽ അവിടെ ഉദിച്ചിട്ടുണ്ടാവും ചിലപ്പോ, പക്ഷെ മേഘം കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പൊ കാണുക കാണാതിരിക്കുക എന്നതാണ് നോമ്പ് നിർബന്ധമാവാനും ഇല്ലാതിരിക്കാനുമുള്ള കാരണം. ഹിലാൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, അവര് ശാസ്ത്ര കണക്ക് പ്രകാരം മാസപ്പിറവി കാണാൻ ഉറപ്പുണ്ടെങ്കിൽ, ശാസ്ത്രീയമായ നിലക്കുള്ള ഉറപ്പുണ്ടെങ്കിൽ അവർ നോമ്പ് നിർബന്ധമാണെന്ന് പറയും. പക്ഷെ അങ്ങനെയില്ല. നമുക്ക് തെളിവ് കാണല, റുയ്യത്താണ്, കാണലാണ്. കണ്ടാൽ മാത്രമേ നമുക്ക് നോമ്പ് നിർബന്ധമാവുള്ളൂ. അങ്ങനെ മാസപ്പിറവി കാണുക, കണ്ടതായിട്ട് കാവ്യന്മാർക്ക് സ്ഥിരപ്പെടുക, കാവ്യന്മാർ അതുകൊണ്ട് വിധിക്കുകയും ചെയ്യുക, അപ്പോഴാണ് നമുക്ക് നോമ്പ് നിർബന്ധമാവുന്നത്. ഇനി ആരെങ്കിലും മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞു, പക്ഷെ കാവ്യർ വിധിച്ചിട്ടില്ലെങ്കിൽ പൊതുവിൽ നോമ്പ് നിർബന്ധമാവില്ല. പിന്നെ കണ്ടു എന്ന് പറഞ്ഞ ആളെ വിശ്വസിക്കുന്ന ആൾക്ക്, സത്യമാക്കുന്ന ആൾക്ക് നോമ്പ് നോക്കാമെങ്കിലും പൊതുവിൽ നോമ്പാടെ നിർബന്ധമാവില്ല. പൊതുവിൽ നിർബന്ധമാവണമെങ്കിൽ കാവ്യന്മാർ വിധിക്കുക തന്നെ വേണം. ഒരു രാജ്യത്ത് മാസം കണ്ടാൽ സൂര്യാസ്തമയ സമയങ്ങളിൽ വ്യത്യാസം വരാത്ത അടുത്തുള്ള രാജ്യങ്ങൾക്കും ആ വിധി ബാധകമാണ്. അവർക്കും നോമ്പ് നിർബന്ധമാവും. നേരെ മറിച്ച് ഒരു സ്ഥലത്ത് മാസം കണ്ടതുകൊണ്ട് സൂര്യാസ്തമയം വ്യത്യാസമുള്ള വിദൂരമായ സ്ഥലക്കാർക്ക് അത് ബാധകമല്ല. നമ്മളുടെ മാസം കാണൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ബാധകമല്ല. ഗൾഫ് രാഷ്ട്രങ്ങൾ മാസം കാണൽ നമുക്കും ബാധകമല്ല. കാരണം അവിടെ ഉദിപ്പ്, സൂര്യാസ്തമയ ഉദിപ്പുകളും അസ്തമയവും തമ്മിൽ വ്യത്യാസമുള്ള രാജ്യങ്ങളായതുകൊണ്ട് പരസ്പരം വിധി അങ്ങോട്ടും ഇങ്ങോട്ടും ബാധകമാവില്ല. അവിടെയാണ് ചിലപ്പോൾ വ്യത്യാസം വരുന്നത്. ഗൾഫിൽ നോമ്പാകുമ്പോൾ ഇവിടെ നോമ്പുണ്ടാവില്ല, ഇവിടെ നോമ്പുണ്ടാകുമ്പോൾ ചിലപ്പോൾ അവിടെ നോമ്പുണ്ടാവില്ല. ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ പല ആളുകൾക്കും ആ വിഷയത്തിൽ കൺഫ്യൂഷൻ വരാറുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പരസ്പരം തെറ്റായ നിലക്കുള്ള പല പ്രവർത്തനങ്ങളും ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിനെ സംബന്ധിച്ചുള്ള മസാല വിശദമായിട്ട് പറയാം. ഇവിടെ മാസം കണ്ടു, മാസം കണ്ടതനുസരിച്ച് അവൻ നോമ്പ് തുടങ്ങുകയും ചെയ്തു. ആ നോമ്പോട് കൂടി ഉദയാസ്തമയം വ്യത്യാസമുള്ള മറ്റു രാജ്യത്തിലേക്ക്, അഥവാ ഗൾഫിലേക്ക് അവൻ പോയി. ഗൾഫിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ നോമ്പില്ല. ഇവിടെ മാസപ്പിറവി കണ്ടു, അവൻ നോമ്പ് തുടങ്ങി, നോമ്പ് നോറ്റു. ആ നോമ്പോട് കൂടി അവൻ യാത്ര ചെയ്ത് ഗൾഫ് രാജ്യങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ നോമ്പില്ല. അവർ മാസപ്പിറവി കണ്ടിട്ടില്ല, അവർക്ക് നോമ്പില്ല. ഇങ്ങനത്തെ ഒരു അവസരം വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം എന്നതിൽ നമ്മുടെ ഇമാമിയങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം അവൻ എടുത്ത നോമ്പ് പൂർത്തിയാക്കൽ അവനക്ക് നിർബന്ധമാണെന്നും, അവിടെ നോമ്പില്ലെങ്കിലും അവരെ കൂടെ നോമ്പ് മുറിച്ച് ഭക്ഷണം കഴിക്കാൻ അവന് പാടില്ല എന്നുമാണ് മഹാനവറുകളുടെ അഭിപ്രായം. എന്നാൽ ഇമാം റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവൻ അവിടെ എത്തുമ്പോൾ അവിടെ നോമ്പില്ലാത്തത് കൊണ്ട് ആ നാട്ടുകാരിൽപ്പെട്ട ഒരാളായി മാറുന്നത് കൊണ്ടും അവനിക്ക് ആ നോമ്പ് മുറിക്കാം, ആ നോമ്പ് പിന്നീട് ഖളാ വീട്ടേണ്ടതും ഇല്ല എന്ന അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട റംലി ഇമാമിനുള്ളത്. ഈ രണ്ടഭിപ്രായങ്ങൾ ഏതഭിപ്രായവും നമുക്ക് സ്വീകരിക്കാം. രണ്ടും സ്വീകരിക്കപ്പെടാവുന്ന വിധം ബലവത്തായ ശക്തമായ അഭിപ്രായങ്ങൾ തന്നെയാണ്. ഇനി നേരെ തിരിച്ചുമാവാം. എങ്ങനെ? ഇവിടെ മാസം കണ്ടിട്ടില്ല, അതുകൊണ്ട് നാം നോമ്പ് നോറ്റില്ല. അങ്ങനെ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ചെന്നപ്പോൾ അവിടെ മാസം കണ്ടിട്ടുണ്ട്, അവർക്ക് നോമ്പുമാണ്. അപ്പൊ നോമ്പില്ലാത്ത ഒരു രാജ്യത്തിൽ നിന്ന് നോമ്പുള്ള ഒരു രാജ്യത്തിലേക്ക് അവൻ എത്തി. അങ്ങനെ എത്തിയാൽ എന്ത് വേണം എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അവിടെ ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ, എന്ത്? അവൻ നോമ്പുകാരെ പോലെ പിടിച്ചു നിൽക്കണം. നോമ്പുകാരെ പോലെ തന്നെ വൈകുന്നേരം വരെ ഇംസാക്ക് ചെയ്ത്, നോമ്പുകാരനായ നിലക്ക് നോമ്പുകാരെ പോലെ തന്നെ നിന്ന് ഇംസാക്ക് ചെയ്ത് നോമ്പ് തുറക്കണം. പിന്നീട് അത് ഖളാ വീട്ടേണ്ട പ്രശ്നം അവനിക്കുമില്ല. റമദാൻ 29 നോമ്പ് അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഖളാ വീട്ടേണ്ട ആവശ്യവുമില്ല. അങ്ങനെ അവൻ അവിടെ നോമ്പുകാരെ പോലെ നിന്നിട്ട് ഇംസാക്ക് ചെയ്യണം.
അതാണ് അതിന്റെ വിധി. ഇതിപ്പോ മാസപ്പിറവിയുടെ തുടക്കത്തിൽ, അതായത് നോമ്പിന്റെ റംസാനിന്റെ തുടക്കത്തിൽ പറഞ്ഞ വിധിയാണ്. ഇനി അവസാനത്തിലാണെങ്കിലോ, ഉദാഹരണം, ഗൾഫിൽ മാസം കണ്ടിട്ടുണ്ട്, ആ നിലക്ക് അവർക്ക് പെരുന്നാളാണ്. നമ്മുടെ ഇവിടെ മാസം കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്കിവിടെ നോമ്പുമാണ്. അങ്ങനെ നോമ്പോട് കൂടി, ഇവിടുത്തെ നോമ്പോട് കൂടി നോമ്പുകാരനായിട്ട് ആ നോമ്പോട് കൂടി അവൻ നോമ്പില്ലാത്ത പെരുന്നാൾ ആഘോഷിക്കുന്ന ആ നാട്ടിലേക്ക് അവനെത്തി, ഗൾഫിലേക്ക് എത്തി. എന്നാൽ അവരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കണോ അതോ ഉള്ള നോമ്പിനെ പൂർത്തിയാക്കണോ? ഇവിടെ ഇമാമിങ്ങൾക്ക് രണ്ടഭിപ്രായം കാണുന്നില്ല, ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. അവൻ നോമ്പുകാരനായി പോയ ആള് ആ നോമ്പിനെ അവിടെ മുറിച്ച് അവരോടൊപ്പം അവൻ പെരുന്നാൾ ആഘോഷിക്കണം, നോമ്പ് നോൽക്കണ്ട എന്നാണ്. അങ്ങനെ നോമ്പ് മുറിച്ച് അവരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ റമദാൻ 29 നോമ്പ് അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ഖളാ വീട്ടേണ്ടതില്ല. 28 അവന് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ അവൻ ഒരു ദിവസം ഖളാ വീട്ടുകയും വേണം എന്നാണ് ഇമാമിങ്ങളുടെ അഭിപ്രായം. അപ്പൊ നോമ്പോട് കൂടി നോമ്പില്ലാത്ത രാജ്യത്തിലേക്ക് ചെന്നു, അതിന്റെ വിധിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നേരെ തിരിച്ചും ആവാം. എങ്ങനെ? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ മാസം കണ്ടിട്ടുണ്ട്, ആ അടിസ്ഥാനത്തിൽ നമുക്ക് പെരുന്നാളാണ്. ഗൾഫിലേക്ക് എത്തുമ്പോൾ അവിടെ മാസം കണ്ടിട്ടില്ല, അവിടെ നോമ്പാണ്. ആ നിലക്കും പോയാലോ, ഇവിടുന്ന് പെരുന്നാൾ ആഘോഷിച്ചിട്ട് അവൻ നോമ്പ് അങ്ങോട്ട് പോയാലോ? അപ്പൊ അവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റമദാൻ എന്നുള്ള ആ മാസത്തിന്റെ ബഹുമാനവും അതിന്റെ ആദരവും പരിഗണിച്ചുകൊണ്ട് ആ നോമ്പുള്ള നാട്ടിലേക്ക് അവൻ എത്തിയാൽ നോമ്പുകാരെ പോലെ അവൻ പിടിച്ചു നിൽക്കണം. ഇംസാക്ക് ചെയ്തിട്ട് നോമ്പുകാരെ പോലെ നിന്ന് അവർ നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുകയും പിറ്റേ ദിവസം അവരോടൊപ്പം അവനിക്ക് പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യാം. അപ്പൊ 2 പെരുന്നാൾ അവന് കിട്ടും അല്ലെ? പിറ്റേ ദിവസം അവരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യാമെന്നാണ് അവിടെയുള്ള മസല. ഇങ്ങനൊക്കെയാണ് മാസപ്പിറവി കണ്ടതും കാണാത്തതുമായ രാജ്യങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ വരാവുന്ന സാധ്യതകളും അതിന്റെ മസലകളും വിധികളും ഇങ്ങനെയാണ്. അപ്പോ നോമ്പ് നിർബന്ധമാർക്കാണെന്നും എപ്പോഴാണ് നോമ്പ് തുടങ്ങുക എന്നും ഈ 2 വിഷയങ്ങളെ കുറിച്ച് നാം വിശദമായി തന്നെ പറയുകയുണ്ടായി. ഇനി നമുക്ക് നോമ്പ് തുടങ്ങാം. നോമ്പിന്റെ മഹത്വവും നോമ്പിന്റെ നേട്ടങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ നാം നോക്കുന്ന നോമ്പ് മഖ്ബൂലായിരിക്കണം. സ്വീകരിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മഖ്ബൂലായ നോമ്പിനിക്കാണ് നമ്മൾ മേൽ പറഞ്ഞ എല്ലാ മഹത്വവും നേട്ടങ്ങളും ഉണ്ടാവുക. നോമ്പ് മഖ്ബൂലാകുക എന്ന് പറയുമ്പോൾ നോമ്പിന് 3 കാര്യങ്ങളുണ്ട്. ഒന്ന് നോമ്പിന്റെ സിഹത്ത്, നോമ്പ് സഹിയാവുക, ബാത്തിലാവാതെ സാധുവാവുക. രണ്ടാമത്തെ ഞാൻ പറഞ്ഞതുപോലെ കബൂലിയത്ത്, നോമ്പ് സ്വീകാര്യമാവുക. മൂന്നാമത്തേത് കമാലിയത്ത്, നോമ്പിന്റെ പരിപൂർണത, നോമ്പിന്റെ കൂലിയെന്ന് ഒരണു പോലും കുറയാതെ പൂർണ്ണമായ നിലക്കുള്ള പ്രതിഫലം കിട്ടുന്ന നോമ്പ് കമാലിയത്ത്. ഇങ്ങനെ 3 കാര്യങ്ങൾ നോമ്പിനിക്കുണ്ട്: സിഹത്ത്, കബൂല്, കമാൽ. ഈ 3 കുറിച്ചും നമുക്ക് ചെറിയ നിലക്കൊന്ന് വിശദീകരിക്കാം. സിഹത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് സഹിയാവാൻ, സാധു ആവാൻ നോമ്പിന്റെ ഷർത്തുകളും ഫറളുകളും പാലിക്കണം. നോമ്പിന്റെ ഷർത്തും ഫറളും പാലിച്ചുകൊണ്ട് നോമ്പ് നോറ്റാൽ ആ നോമ്പ് സഹിഹായി, സാധുവായി, അത് ബാത്തിലല്ല. എന്തൊക്കെയാണ് നോമ്പിന്റെ ഷർത്തുകൾ? ഷർത്തു സൗമി, നോമ്പിന്റെ ഷർത്തുകൾ 1 അൽ ഇസ്ലാമു, മുസ്ലിം ആയിരിക്കണമെന്നാണ്. മുസ്ലിമായ ആള് നോമ്പ് നോറ്റാലേ സഹിയാവുള്ളൂ. കാരണം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ അമലുകൾക്കും പരിഗണിക്കപ്പെടണമെങ്കിൽ നീയത്ത് വേണം. നീയത്ത് മുഅ്മിനിന്റെ വക്കന്ന് മാത്രമേ സഹിയാവൂ, കാഫിറിന്റെ വക്കന്ന് സഹിയല്ല. അതുകൊണ്ട് നോമ്പ് സഹിയാവാനുള്ള 1-ാം ഷർത്ത് മുസ്ലിം ആയിരിക്കണമെന്നാണ്. റമദാൻ മാസം സമാഗതമാകുമ്പോൾ നമ്മൾ നോമ്പ് നോക്കുന്നതോടൊപ്പം ധാരാളം ഹിന്ദുക്കളും മറ്റ് മതസ്ഥരും നോമ്പ് നോക്കാറുണ്ട്. ആ നോമ്പ് കൊണ്ട് ലാഹിരിയായ, ബാഹ്യമായ, ശാരീരികമായ നിലക്കുള്ള പല നേട്ടങ്ങളും അവർക്ക് നേടാൻ കഴിയുമെങ്കിലും അള്ളാഹിന്റെ അടുക്കൽ അതുകൊണ്ട് കൂലി കിട്ടുകയോ അത് സ്വഹീഹായ ഒരു നോമ്പായിട്ട് മാറുകയോ ചെയ്യില്ല. ആരോഗ്യപരമായിട്ടും മറ്റൊക്കെ പല നേട്ടങ്ങളും അതുകൊണ്ട് അവർക്കുണ്ടായേക്കാം.
അതിന് അവർ നോറ്റോട്ടെ, വിരോധവുമില്ല, നല്ലതാണ്, നോറ്റോട്ടെ. നോമ്പ് ഒരു ചികിത്സാ രീതിയാണല്ലോ. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ചികിത്സാ രീതിയും കൂടിയാണ് നോമ്പ്. പക്ഷെ അത് സഹീഹല്ല, അള്ളാഹിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടൂല, സഹിയാവൂല, കൂലി കിട്ടൂല. അപ്പൊ സഹിയാവുള്ള ഒന്നാമത് ഷർത്ത് മുസ്ലിം ആയിരിക്കണം. രണ്ടാമത്തത് വൽ അഖലു, ബുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധിയില്ലാത്ത ഭ്രാന്തൻ അവന്റെ നോമ്പും അവന്റെ നീയത്തൊന്നും സഹിയല്ലാത്തത് കൊണ്ട് അവൻ നോമ്പ് നോറ്റാലും അവനക്ക് സഹിയാവൂല. പിന്നെ ചെറിയ നിലക്കുള്ള ഒരു ബുദ്ധി കുറവേ അവനിക്കുള്ളൂ. പൂർണ്ണമായ നിലക്കാൻ ബുദ്ധി പോയവനല്ല. ഭ്രാന്തൻ എന്നൊന്നും പറയാൻ പറ്റൂല, ഒരു മന്ദബുദ്ധിക്കാരെന്നൊക്കെ പറയാൻ പറ്റൂ. ആ നിലക്കുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് അവർ നോമ്പ് നോറ്റാൽ സഹിയാവും. ബുദ്ധി ശരിയായ നിലക്ക് പോയ ആള് ഭ്രാന്തൻ, അവന്റെ നോമ്പ് സഹിയല്ല, അവന്റെ നീയത്തും സഹിയല്ല. അതുപോലെ മൂന്നാമത്തെ ഷർത്ത്, കുട്ടികളുടെ നോമ്പിനെ കുറിച്ച് പറഞ്ഞില്ല. കുട്ടികളുടെ നോമ്പ് സഹിയാവും. കുട്ടികളുടെ നോമ്പിനിക്ക് യാതൊരു വിരോധവുമില്ല, അത് സഹിയാണ്. അതിന് അവർക്ക് അർഹമായ പ്രതിഫലം, ഒരുപക്ഷെ പ്രായപൂർത്തിയായവർ നോക്കുന്നതിനേക്കാളും പ്രതിഫലം ആ കുട്ടികളുടെ നോമ്പിനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയേക്കാം. കാരണം അവർ നിർബന്ധമില്ലാത്തവരാണല്ലോ. എന്നിട്ടും അവർ നോൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു തആല അതിന് കൂടുതൽ പരിഗണന കൊടുത്തേക്കാം. കുട്ടികളുടെ നോമ്പ് സഹിയാണ്, അതിന് വിരോധമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നോമ്പ് സഹിയാണെന്ന് മാത്രമല്ല, ആരോഗ്യമായിട്ട് ശക്തിയും കഴിവുമുള്ള കുട്ടികളാണെങ്കിൽ 7 വയസ്സായാൽ അവരോട് നോമ്പ് നോക്കാൻ കൽപ്പിക്കുകയും 10 വയസ്സായിട്ടും നോക്കുന്നില്ലെങ്കിൽ അതിൻ്റെ മേൽ ശിക്ഷിക്കുകയും അടിക്കുകയും ചെയ്യണമെന്ന് ഇസ്ലാമിന്റെ വിധിയാണ്. അത് രക്ഷിതാക്കൾ കടമയാണ്. അത് ചെയ്തില്ലെങ്കിൽ രക്ഷിതാക്കളാണ് കുറ്റക്കാരാവുക. കുട്ടികൾക്കെന്തില്ല, അതിൻ്റെ മേൽ കുറ്റമോ വിചാരണയോ ഇല്ല. അതുപോലെ തന്നെ കുട്ടികളെ ഇസ്ലാമികമായ ചട്ടക്കൂട്ടിൽ വളർത്തി കൊണ്ടുവരും രക്ഷിതാക്കൾ കടമയാണ്. ഹറാമായ കാര്യങ്ങളെ തൊട്ട് അവരെ തടയാൻ. ഇന്നൊക്കെ പല കുട്ടികളും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് തലയിൽ തട്ടം പോലും ഇടാതെ പോകുന്ന ഒരു വളരെ വ്യസനകരമായ കാഴ്ചയാണ് നാം കണ്ടുവരുന്നത്. അതെല്ലാം രക്ഷിതാക്കൾ തടയണം. അതുപോലെ തന്നെ പരപുരുഷനുമായുള്ള ബന്ധം, പരപുരുഷനുമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധവും സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളെ പരസ്പരം പ്രേമിക്കുക, ബന്ധപ്പെടുക, പരസ്പരം ഇരിക്കുക, തൊടുക, പിടിക്കുക പോലത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളെ തടയാൻ നമുക്ക് നിർബന്ധമാണ്. അത് രക്ഷിതാക്കളുടെ മേൽ കടമയാണ്. അത് ചെയ്തില്ലെങ്കിൽ അവർ കുറ്റക്കാരാവും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ സ്ത്രീ പുരുഷ കലർപ്പ്, പരസ്പരമുള്ളതായിരിക്കുന്ന കലർപ്പും ഒന്നിച്ചുള്ളതായ നടത്തവും ഒന്നിച്ചുള്ളതായിരിക്കുന്ന പെരുമാറ്റമൊന്നും യാതൊരു പ്രശ്നമാരും ആക്കുന്നില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ ശക്തമായ നിലക്ക് വിരോധിച്ചതും വളരെ ശക്തമായ നിലക്ക് താക്കീത് ചെയ്ത സംഗതിയുമാണ്. ഇന്നെല്ലാം പല സ്ഥലങ്ങളിൽ ചെന്ന് നോക്കുമ്പോൾ നോമ്പ് കാലത്ത് പ്രത്യേകിച്ചും രാത്രിയായി കഴിഞ്ഞാൽ വീട്ടുകാർ മുഴുവനും കൂട്ടമായി ആണും പെണ്ണും ഇറങ്ങുകയും എന്നിട്ടെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലർന്നുകൊണ്ട് നടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കുകയും ഇങ്ങനെ ഒരു എന്തോ ഒരു പ്രവർത്തനം, ഒരു തോന്നിവാസം എന്ന് പറയാം, ആ നിലക്കുള്ള വളരെ മോശപ്പെട്ട ഒരു പ്രവർത്തനം നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ഒരിക്കലും ഇസ്ലാം അത് അംഗീകരിക്കാത്ത, ഒലാ തബറുജുന തബറുജുൽ ജാഹിലിയത്തുലൂല, ജാഹിലിയ കാലത്ത് ചമഞ്ഞൊരുങ്ങി പുറത്തിറങ്ങി നടന്നിരുന്നത് പോലെ സ്ത്രീകളെ നിങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ലെന്നും കർണഫി ബുയൂത്തിക്കുന്ന, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്നും വളരെ കർശനമായ നിലക്ക് പരിശുദ്ധ ഖുർആൻ നമ്മോട് താക്കീത് ചെയ്തതാണ്. പക്ഷെ ഇന്ന് പണത്തിന്റെ മുകളിൽ കിശയിൽ കുറച്ച് കാശ് വരുമ്പോൾ പിന്നെ അവനിക്ക് എന്താ ചെയ്യാന്ന് പോലും അറിവില്ലാത്ത വിധം അവിടെ ഇസ്ലാമിന്റെ നിയമങ്ങളോ വിധികളോ നോക്കുന്നില്ല. നിസ്കാരം അവർക്കുണ്ടാവും, നോമ്പ് അവർക്കുണ്ടാവും, മറ്റു ചിലപ്പോൾ സൽക്രമങ്ങളും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. സൽക്രമങ്ങൾ ചെയ്യുന്നതിനേക്കാളും പ്രാധാന്യം ദോഷങ്ങളും കുറ്റങ്ങളും ഒഴിവാക്കുന്നതിനാണ്. കാരണം ആ സൽക്രമങ്ങൾ കുന്നുകൂട്ടി വെച്ചാലും ചില ദുഷ്കർമ്മങ്ങൾ കൊണ്ട്, ഒരൊറ്റ ദുഷ്കർമ്മം കൊണ്ട് തന്നെ ആ കുന്നുകൂട്ടി വെച്ച എന്ന് പറഞ്ഞാൽ 1000 കൊല്ലം വരെ ഇബാദത്തെടുത്ത ആ ഇബാദത്തുകൾ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നമുക്ക് കൂടുതൽ അപകടം വരുത്തുന്നതും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതാണ്. ഈ നിലക്കുള്ള രാത്രിയിലുള്ള അഴിഞ്ഞാട്ടം ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത അത്രയും പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് ഒരിക്കലും നാം ചെയ്തു പോകാൻ പാടില്ല. ആ വിഷയത്തിലേക്ക് മുന്നോട്ട് വരാനും പാടില്ല. വളരെ ശക്തമായ രക്ഷിതാക്കളും കാരണവന്മാരും ജമാഅത്ത് കമ്മിറ്റിയും നാട്ടിലെ ഉസ്താദന്മാരും ആ വിഷയം വളരെ ഗൗരവത്തിൽ അവരെ ഉണർത്തുകയും
അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവരെ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാലം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കൂടുതൽ നാശം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളെ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ വളർത്തിക്കൊണ്ടുവരിക എന്നതും മാതാപിതാക്കളുടെ കടമയാണ്. അങ്ങനെ റഷീദായി നല്ലവനായിട്ട് നല്ല നടപ്പോടുകൂടി വിവേകമുള്ളവനായ നിലക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ ഈ കടമ രക്ഷിതാക്കളിൽ നിന്ന് ഇല്ലാതെയാവുന്നില്ല. നല്ല നിലക്കോൻ പ്രായപൂർത്തി എത്തിയാൽ അതോടുകൂടെ രക്ഷിതാക്കളുടെ കടമ അവസാനിച്ചു. അങ്ങനെ നല്ല നിലക്കോൻ പ്രായപൂർത്തിയാവുകയും അതുവരെ രക്ഷിതാക്കൾ ശരിക്കും ശ്രദ്ധിക്കുകയും അങ്ങനെ നല്ല നടപ്പോടുകൂടി തന്നെ അവൻ പ്രായപൂർത്തി എത്തുകയും ചെയ്തതിന് ശേഷം പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൻ വഴി തെറ്റിപ്പോയാൽ അതിന് രക്ഷിതാക്കൾ ഉത്തരവാദിയാവില്ല, അതിന് രക്ഷിതാക്കൾക്ക് കുറ്റവുമില്ല. അതിനവർ തന്നെയാണ് കുറ്റക്കാരാവുക. രക്ഷിതാക്കൾക്ക് അതിൽ യാതൊരു ഭാഗവുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട്, നോമ്പിൻ്റെ ഷർത്തുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോമ്പിൻ്റെ ഷർത്ത്: 1 ഇസ്ലാമായിരിക്കുക, 2 ബുദ്ധി ഉണ്ടായിരിക്കുക, 3 വന്നക്കാവ് ശുദ്ധിയാണ്. അതായത് ഹൈദോ നിഫാസിൽ നിന്ന് ഒഴിവാവുക എന്നതാണ്. ഹൈദോ നിഫാസോ ഉണ്ടാകുന്ന അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് നോമ്പ് നോക്കൽ ഹറാമാണ്. ചില സ്ത്രീകൾക്ക് അങ്ങനെ സമ്പ്രദായമുണ്ട്. അവർ ഹൈദുള്ള സമയത്തും നോമ്പുകാരെ പോലെ തന്നെ ഇങ്ങനെ നടക്കും. അങ്ങനെ അവർ നടക്കാൻ പാടില്ല. നോമ്പ് നോൽക്കൽ അവർക്ക് ഹറാമാണ്. നോമ്പുകാരെ പോലെ ഇംസാക്ക് ചെയ്യാൻ അവർക്ക് പാടില്ല. ഇംസാക്ക് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവർ ഭക്ഷണം കഴിക്കണം. അവർ നോമ്പിനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഹൈദോ നിഫാസുള്ള സമയത്ത് നോമ്പ് നോക്കൽ ഹറാമാണ്, കുറ്റമാണ്. എങ്കിലും ആ സമയത്ത് നോമ്പിനെ പിന്നീട് ഖളാ വീട്ടണം. നിസ്കാരം പോലെയല്ല, നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല, നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ നോമ്പിൻ്റെ ഷർത്ത്: 1 ഇസ്ലാമാണ്, 2 അക്കൽ ബുദ്ധി ഉണ്ടായിരിക്കലാണ്, 3 ശുദ്ധി ഉണ്ടായിരിക്കലുമാണ്. ഇനി ഫർദിലേക്ക് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.